സംസ്ഥാനം പോളിംഗ് ബൂത്തിലെത്താൻ ഇനി ഒരാഴ്ച മാത്രം. LDF, UDF മുന്നണികൾ ഇന്ന് പ്രകടന പത്രിക പുറത്തിറക്കും. രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച ഇന്ദിരാ ഗ്യാരണ്ടിയിൽ നിന്ന് ഊന്നിയുള്ളതാകും UDF പ്രകടന പത്രിക. ക്ഷേമ പെൻഷനുകൾ, ലൈഫ് മിഷൻ, K-ഫോൺ തുടങ്ങിയ പദ്ധതികളുടെ അടുത്തഘട്ട പ്രഖ്യാപനങ്ങൾ LDF പത്രികയിൽ ഉണ്ടാകുമെന്നാണ് വിവരം. UDF-നായി AICC ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധിയും NDA-ക്കായി മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസും ഇന്ന് പ്രചാരണത്തിനിറങ്ങുകയാണ്. തിരുവനന്തപുരത്ത് R ശ്രീജിത്ത്, കോഴിക്കോട് ദീപക് തരമണ എന്നിവർ നമുക്കൊപ്പം ചേരുന്നു. ആദ്യം ശ്രീജിത്തിലേക്ക്. ശ്രീജിത്ത്, UDF-ന്റെ പ്രകടന പത്രികയുടെ കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ലഭിച്ചത്? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇന്ന് രണ്ട് പ്രധാനപ്പെട്ട മുന്നണികളും തങ്ങളുടെ പ്രകടന പത്രിക പ്രഖ്യാപിക്കുകയാണ്. UDF-ന്റെ പ്രകടന പത്രിക പ്രകാശനം രാവിലെ 10 മണിക്ക് എറണാകുളത്ത് ഒരു സ്വകാര്യ ഹോട്ടലിൽ വെച്ചാണ്. UDF-ന്റെ ചെയർമാൻ കൂടിയായ പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കമുള്ള നേതാക്കളായിരിക്കും ഈ പ്രകടന പത്രിക പുറത്തിറക്കാൻ പോകുന്നത്. UDF-ന്റെ പ്രകടന പത്രികയുടെ അടിസ്ഥാന ശിലയായി മാറാൻ പോകുന്നത് രാഹുൽ ഗാന്ധി തിരുവനന്തപുരത്ത് പുതിയുഗ യാത്രയുടെ സമാപനത്തിൽ പ്രഖ്യാപിച്ച 5 ഇന്ദിരാ ഗ്യാരണ്ടികളാണ്. അതായത് KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, ഒപ്പം തന്നെ വിദ്യാർത്ഥികൾക്കുള്ള സഹായം, അതോടൊപ്പം തന്നെ ഉമ്മൻചാണ്ടി ആരോഗ്യ സുരക്ഷാ പദ്ധതി, 25 ലക്ഷം രൂപ വരെയുള്ള ആരോഗ്യ സുരക്ഷാ പദ്ധതി, ക്ഷേമ പെൻഷൻ 3000 രൂപയായി വർദ്ധിപ്പിക്കും തുടങ്ങിയ കാര്യങ്ങളായിരിക്കും ഈ UDF-ന്റെ പ്രകടന പത്രികയുടെ അടിസ്ഥാന ശിലയായി മാറാൻ പോകുന്നത്. ഇതിൽ നിന്ന് മുന്നോട്ടുള്ള മറ്റു പല പ്രഖ്യാപനങ്ങളും ഈ പ്രകടന പത്രികയിൽ ഉണ്ടാകും. ചാലക്കുടി MP ബെന്നി ബെഹനാൻ MPയുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയാണ് ഈ പ്രകടന പത്രിക തയ്യാറാക്കിയത്. അവരുടെ പ്രകടന പത്രികയ്ക്ക് അടിസ്ഥാനമാക്കിയത് കോൺഗ്രസ് ഹൈക്കമാൻഡ് നിർദ്ദേശപ്രകാരം ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഇന്ദിരാ ഗ്യാരണ്ടികളാണ്. തെലങ്കാനയിലും കർണാടകയിലും രാജസ്ഥാനിലും നടപ്പിലാക്കിയ കാര്യങ്ങൾ കേരളത്തിൽ നടപ്പിലാക്കുമെന്ന ഉറപ്പായിരിക്കും ഈ പ്രകടന പത്രികയിലൂടെ UDF നൽകാൻ പോകുന്നത്. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പിൻ്റെ പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ ഇനി ഒരാഴ്ച മാത്രമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ രംഗത്ത് ഊർജ്ജം പകരുന്ന വിഷയങ്ങളായി പ്രകടന പത്രിക രണ്ട് പ്രധാനപ്പെട്ട മുന്നണികളുടെയും മാറും. BJP-യുടെ പ്രകടന പത്രിക കഴിഞ്ഞ ദിവസം ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൽ തിരുവനന്തപുരത്ത് പുറത്തിറക്കിയിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.